നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ പേര് ജസ്റ്റിസ്, മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ജസ്റ്റിസ്. ഇതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ നമ്മൾ തൊട്ട് മുൻപത്തെ 3 ക്ലാസ്സുകളിലായിട്ട് ഇക്വാലിറ്റി, അതുപോലെ തന്നെ ഇക്വാലിറ്റി എന്ന ഒരു യൂണിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് ജസ്റ്റിസിനെ കുറിച്ചാണ്. ജസ്റ്റിസ്, നീതി എന്ന് പറയുമ്പോൾ നീതിയുടെ മീനിങ് ഒരു സമൂഹത്തില് ഓരോ വ്യക്തിക്കും ചില അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവ തുല്യമായിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതിലൂടെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭിക്കുന്ന നീതി, അതാണ് നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമത്വം, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങള്, നിയമപരമായിട്ടുള്ള പരിരക്ഷ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ന്യായ വ്യവസ്ഥയാണ് നമുക്ക് നീതി എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും തുല്യത ലഭിക്കുന്നതിലോട് കൂടിയിട്ട് ലഭിക്കുന്ന ന്യായം, അപ്പൊ ന്യായപൂർണമായിട്ടുള്ള തുല്യതയാണ് നമുക്ക് നീതി എന്ന് പറയാനായിട്ട് സാധിക്കുക. നമ്മൾ തുല്യത ഇക്വാലിറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും തുല്യതയും അതുപോലെ സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. സ്വാതന്ത്ര്യം എന്നത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് തുല്യതയ്ക്കും ഒരു ന്യായത്തിന്റെ തുലാസിൽ വെച്ച് നമ്മൾ തുല്യതയെ അളക്കാറുണ്ട്. അതായത് തുല്യന്മാർക്ക് തുല്യമായിട്ടും അതുല്യരായവർക്ക് ആ രീതിയിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ന്യായമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യായപൂർണമായിട്ടുള്ള തുല്യത എന്ന് പറയുന്നത്. അതായത് ഒരാള് വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും വളരെ ലേസി ആയിട്ട് നിന്ന ഒരാൾക്കും തുല്യത എന്ന തട്ടിൽ വെച്ച് നമ്മൾ തുല്യമായിട്ട് വേതനം നൽകുന്നത് അതൊരു നീതിയല്ല, ന്യായപൂർണമായിട്ടുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ വേണ്ടത് എന്താണ്? ഈക്വൽ ടു ഈക്വൽ ആൻഡ് അൺഈക്വൽ ടു അൺഈക്വൽ എന്നുള്ളത് തന്നെയാണ് ന്യായം എന്ന് പറയുന്നത്. നന്നായിട്ട് ജോലി ചെയ്ത ആൾക്ക് അയാൾ ഡിസേർവ് ചെയ്യുന്നത് കൊടുക്കുക. അപ്പോൾ മോശമായിട്ട് ജോലി ചെയ്തയാൾക്ക് അയാൾക്ക് അർഹതപ്പെട്ടത് എന്താണോ അത് കൊടുക്കുക. അല്ലാതെ ഇവരെ രണ്ടുപേരെയും തുല്യരായി കാണുന്നത് ചില ഘട്ടങ്ങളില് അനീതിയാണ്. അപ്പോൾ അവിടെ ന്യായത്തിന് നിരക്കാത്തതാണ്. അപ്പൊ ഇതാണ് ന്യായവും നീതിയൊക്കെ തമ്മിലുള്ള ചില അതിർവരമ്പുകൾ, ചില വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് ആണ് ഈ കോൺസെപ്റ്റുകൾക്കിടയിലൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ നീതി ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നീതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം പറയുന്ന പേര് ജോൺ റോൾസിൻ്റെതാണ്. റൗൾസ് ജസ്റ്റിസ് ഈസ് ദ ഫസ്റ്റ് വെർച്യൂ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാറുണ്ട്. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് വെർച്യൂ എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആണ്, നീതിയാണ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്താണ് നീതിയുടെ പ്രാധാന്യം എന്ന് നോക്കാം. നീതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെയും അതുപോലെ ഭരണഘടനാ മൂല്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാന ശിലയാണ്, അല്ലെങ്കിൽ അടിസ്ഥാന തത്വമാണ്. ഇത് സമത്വം ഉറപ്പാക്കുന്നുണ്ട്. സാമൂഹിക സാമ്പത്തികമായിട്ടൊക്കെയുള്ള നിയമപരമായിട്ടൊക്കെയുള്ള അന്തരങ്ങള് ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. ഇതാണ് നീതി. ഇനി ഒരു രാഷ്ട്രത്തിലെ നിയമങ്ങള് നീതിയോടൊപ്പമാണ് നിലനിൽക്കുക, അല്ലെങ്കിൽ നീതിക്ക് നിരക്കുന്ന രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങൾ അനലൈസ് ചെയ്യപ്പെടുന്നത്. അതിന് നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഒരു തെറ്റിന് എല്ലായ്പ്പോഴും, ഒരു ക്രൈമിന് എല്ലായ്പ്പോഴും ഒരേ ശിക്ഷയല്ല നൽകുന്നത്. നരഹത്യ എന്നുള്ളത് ഒരു തെറ്റാണ്, ഒരു ക്രൈമാണ്. പക്ഷെ ആ ക്രൈമിനെ, ആ നരഹത്യ നടത്താനുണ്ടായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തിട്ട് ശിക്ഷാവിധിയിൽ മാറ്റങ്ങൾ വരും. ചെയ്ത തെറ്റൊന്നു തന്നെയാണ്, ഒരു ജീവൻ ഹനിച്ചു എന്നുള്ളതാണ് തെറ്റെങ്കിൽ പോലും അത് ചെയ്യാനിടയായ സാഹചര്യം വളരെ മനഃപൂർവ്വം കരുതിക്കൂട്ടി വൈരാഗ്യമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് ആയുധം ഉപയോഗിച്ച് ഒരാളെ ആക്രമിച്ച് കൊല നടത്തുന്നതിന് നൽകുന്ന പണിഷ്മെന്റ് അല്ല, അബദ്ധത്തിൽ നടന്നു പോകുന്ന ഒരു കൊലയ്ക്ക്, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെ നടത്തുന്ന നരഹത്യക്ക് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഇതിൽ ശിക്ഷയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നീതിപൂർണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ഇനി അസമത്വങ്ങള്, വിവേചനങ്ങള്, അധിനിവേശം, ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഈ നീതിയുടെ ഈ അടിസ്ഥാന തത്വങ്ങൾ സഹായിക്കുന്നുണ്ട്. മാനവികതയും അതുപോലെ സാമൂഹിക സുരക്ഷയൊക്കെ ഉറപ്പുവരുത്താൻ നീതി സഹായിക്കുന്നുണ്ട്. അപ്പൊ നീതിപൂർണമായിട്ടുള്ള സമീപനങ്ങൾ, ഈ അഭയാർത്ഥികളുടെ കേസുകളൊക്കെ വരുന്ന സമയത്തിൽ ഏറ്റവും നീതിപൂർണമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവിടെ വിവേചനങ്ങളും അസമത്വങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് നീതിയുടെ
നീതി പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ നീതി നിലനിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇനി നീതിയുടെ തരംതിരിവ് അഥവാ ടൈപ്സ് ഓഫ് ജസ്റ്റിസ് ആണ്. ഒന്നാമത്തത് ലീഗൽ ജസ്റ്റിസ് ആണ്. നിയമപരമായിട്ടുള്ള നീതി, ലീഗലായിട്ടുള്ള ജസ്റ്റിസ്. ഇപ്പൊ രാജ്യത്തെ നിയമവും അതുപോലെ കോടതികളും കോടതി നടപടികളും ഒക്കെ നീതിയോടൊപ്പമാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നീതിയോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ പൗരന്മാർക്കും നിയമം തുല്യമായി ബാധകമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ നീതി. അത് ഉയർന്ന സമ്പന്നനായ ഒരു മനുഷ്യന് ഒരു പ്രത്യേക രീതിയിലുള്ള പണിഷ്മെന്റും എന്നാല് വളരെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർക്ക് പണിഷ്മെന്റ് കൂടുതൽ കൊടുക്കുക, അതല്ലെങ്കിൽ ജാതീയമായിട്ട് ചില ജാതിയിൽപ്പെട്ടവർക്ക്, ഉന്നത ജാതിയിൽപ്പെട്ടവർക്ക് പണിഷ്മെന്റ് കൊടുക്കാതിരിക്കുക, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പണിഷ്മെന്റ് നൽകുക, ഇതൊക്കെ നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. കേരളത്തിലൊക്കെ മുൻകാലത്ത് നിലനിന്നിരുന്ന സത്യപരീക്ഷകളൊക്കെ ഒട്ടും നീതിക്ക് നിരക്കാത്ത തരത്തിലുള്ളവ ആയിരുന്നു. എന്ന് വെച്ചാല് പല ജാതിയിൽപ്പെട്ടവർക്കും പല രീതിയിലുള്ള സത്യപരീക്ഷകൾ, ഒരു കുറ്റം തെളിയിക്കാനുള്ള പരീക്ഷകളെയാണ് സത്യപരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ഒരാള് കുറ്റാരോപിതൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില പരിശോധനകൾ അല്ലെങ്കിൽ പരീക്ഷകളായിരുന്നു ഈ സത്യപരീക്ഷ. ഒരാൾ കുറ്റാരോപിതനാണെങ്കിൽ, അയാൾ ശൂദ്രനാണെങ്കിൽ അയാൾക്ക് വളരെ കടുത്ത സത്യപരീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് തിളച്ച എണ്ണയിൽ കൈ മുക്കുക, കൈ പൊള്ളുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും പൊള്ളുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നും. തിളച്ച എണ്ണയിൽ കൈ മുക്കി കഴിഞ്ഞാൽ പൊള്ളും എന്നുള്ളത് ഒരു ലോക സത്യമാണ് എന്നിരിക്കെ ഈ രീതിയിലുള്ള പണിഷ്മെന്റുകൾ അല്ലെങ്കിൽ പരീക്ഷകളാണ് നൽകിയിരുന്നത്. വിശന്ന സർപ്പത്തെ നിക്ഷേപിച്ച കുടത്തിൽ കൈയിട്ട സർപ്പം കൊത്തിയാൽ ഇയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും കൊത്തിയില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഒട്ടും നീതിയുക്തമല്ലാത്ത രീതിയിലുള്ള സമീപനങ്ങളായിരുന്നു. ഇനി അതിൽ വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ തെറ്റുകളൊക്കെ ചെയ്തു എന്ന് പറയുന്ന കുറ്റാരോപിതൻ ഒരു ബ്രാഹ്മണനാണെങ്കിൽ ആ സത്യപരീക്ഷയിലും ആ വ്യത്യാസമുണ്ട്. അതായത് അയാൾ ചെയ്ത തെറ്റ് ഒരു തുകലിൽ എഴുതിയിട്ട് അത് അയാളുടെ ദേഹത്ത് ബന്ധിച്ച് അയാളെ വെയിറ്റ് എടുക്കുന്നു. അതിനുശേഷം ഇയാള് പറയുന്ന എഴുതിയ തുകല് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള വെയിറ്റും എടുക്കുന്നു. വ്യത്യാസമുണ്ടെങ്കിൽ ഇയാള് കുറ്റാരോപിതനാണെന്നും വ്യത്യാസമില്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നും വിധിക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷകളാണ് പിന്നീട് വിധിക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റി ഈ ശൂദ്രനും ബ്രാഹ്മണനും തമ്മിൽ ഉള്ള സത്യപരീക്ഷകളിൽ തന്നെയുള്ള വ്യത്യാസം തീർത്തും അനീതിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ആധുനിക രാജ്യത്ത് നിലനിൽക്കുന്നത് ഈ രീതിയിലുള്ള പരീക്ഷകളല്ല, അല്ലെങ്കിൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം തന്നെയാണ് ബാധകമായിരിക്കുന്നത്. നമ്മുടെ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുൻപിലുള്ള സമത്വം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ കോടതികളുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, അതായത് കോടതികള് തീർത്തും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങള് നീതിയുക്തമായിട്ടുള്ള നിയമം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടപ്പിൽ വരുത്തുന്നത്. ഇനി രണ്ടാമത്തേത് സാമൂഹിക നീതിയാണ്, സോഷ്യൽ ജസ്റ്റിസ്. വ്യക്തികൾക്ക് അവരുടെ ജാതി, മതം, ലിംഗം, വർണ്ണം, ഭാഷ, സമ്പത്ത് തുടങ്ങിയ ഇതിനെയൊന്നും ആശ്രയിക്കാതെ തുല്യമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനെയാണ് സാമൂഹിക നീതി എന്ന് പറയുന്നത്. ഇപ്പൊ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങള് നമ്മുടെ ഭരണകൂടങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതായത് അൺടച്ചബിലിറ്റി നിരോധനം, ആർട്ടിക്കിൾ 17 പ്രകാരം അൺടച്ചബിലിറ്റി നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ വനിതാ സംവരണം, ദളിത് അപ്ലിഫ്റ്റ്മെന്റ്, ഡിസബിലിറ്റി അപ്ലിഫ്റ്റ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വരുന്നത് സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇക്കണോമിക് ജസ്റ്റിസ് ആണ്, സാമ്പത്തിക നീതി. എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ ജീവിതോപാധി എല്ലാവർക്കും തുല്യമായിട്ട് ലഭിക്കുക, തുല്യ വേതനം നൽകുക, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഇതൊക്കെ എന്താണ്? നീതിയാണ്. ഇത് വിഭവങ്ങള് എല്ലാവർക്കും തുല്യമായിട്ട് വിതരണം ചെയ്യുന്നതും ഒരു നീതിയുടെ ഭാഗമാണ്. ഇനി ആർട്ടിക്കിൾ 39B(c) ഇതൊക്കെ സമ്പത്തിന്റെ തുല്യമായ വിതരണത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. മറ്റൊന്നാണ് രാഷ്ട്രീയ നീതിയാണ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ്. എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള രാഷ്ട്രീയ അവകാശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ ഇക്വാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നു. ഇക്വാലിറ്റിയും സ്വാതന്ത്ര്യവും ഒക്കെ ജസ്റ്റിസും ഇതിന്റെ ഭാഗമാണ് ഇക്വാലിറ്റി തുല്യത ഉറപ്പുവരുത്തുന്നത് നീതിയാണ്. സ്വാതന്ത്ര്യം അതിന്റെ
ഫുൾ എസ്റ്റീമിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് നീതിയാണ്. അപ്പൊ ഇതെല്ലാം നീതിയുക്തമായിട്ടാണ് നടപ്പിൽ വരുത്തേണ്ടത്. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും രാഷ്ട്രീയ സംവാദത്തിനുള്ള അവസരത്തിന്റെയൊക്കെ സംവാദങ്ങളുടെയൊക്കെ അവസരം നൽകുക, സംരക്ഷണം നൽകുക എന്നുള്ളതാണ് നീതി. ഇനി വോട്ടവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇലക്ഷന് മത്സരിക്കാനുള്ള അവകാശം, തെരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശം, ഇതെല്ലാം തന്നെ പൊളിറ്റിക്കൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ നോക്കുന്നത് നീതിക്ക് നേരെയുള്ള ഭീഷണികൾ അഥവാ ത്രെഡ്സ് ടു ജസ്റ്റിസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ജനാധിപത്യ വ്യവസ്ഥയിലുള്ള അഴിമതി വലിയ ഒരു നീതിക്ക് വലിയൊരു ത്രെട്ടാണ്. അഴിമതിയും സുജനപക്ഷപാതം തുടങ്ങിയ ബ്ലാക്ക് ഇവന്റുകളൊക്കെ നമുക്ക് നീതി കൃത്യമായിട്ട് ഓരോ പൗരന് നീതി ലഭിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഇനി മറ്റൊന്ന് ജാതി വർഗീയ ചിന്തകള്, കലാപങ്ങള്, ഇത്തരം കാര്യങ്ങളൊക്കെ നീതിയുക്തമല്ലാത്ത ഒരു സാഹചര്യമാണ് രാജ്യത്ത് സംജാതമാക്കുന്നത്. ഇനി സാമ്പത്തിക അസമത്വം നീതിക്ക് വിരുദ്ധമായിട്ടുള്ള, നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഭൂരിപക്ഷങ്ങള് ന്യൂനപക്ഷങ്ങൾക്ക് മേല് കടന്നുകയറ്റങ്ങള്, എൻക്രോച്ച്മെന്റുകൾ നടത്തുന്നത് നീതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.